വിശുദ്ധ ഖുർആൻ്റെ സമ്പൂർണ്ണ മലയാള പരിഭാഷ. ഞാൻ വായിച്ചതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഉണ്ട്. നോക്കാം. അന്യരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കരുതെന്നും ഉണ്ട്. ഇതിൻ്റെ മലയാള പരിഭാഷയാണ് ഇവിടെ കിടക്കുന്നത്. കണ്ട ഈ അറബിൻ്റെ മലയാള പരിഭാഷയാണ്. നമ്മൾ തുടക്കം അധ്യായം 112 തുടങ്ങുന്നത്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ മലയാള പരിഭാഷയാണ് എഴുതിയിരിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസാണ്, നിഷ്കളങ്കത എന്നാണ്. അതിൻ്റെ അറബും മലയാളവും എഴുതിയിട്ടുണ്ട്. കുൽഹു അല്ലാഹു അഹദ് കുൽഹു അല്ലാഹു അഹദ് അതിൻ്റെതാണ്. നബിയെ പറയുക എന്നുള്ളതാണ് കാര്യം. അള്ളാഹു ഏകനാണ് എന്നതാകുന്നു. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അതാണ് അതിൻ്റെ പരിഭാഷയാണ് ഇതായി കിടക്കുന്നത്. മാലിക് ഫഹദ് രാജാവ് ആണെന്ന് ഖുർആൻ അറബ് സംഭാഷണം പരിഭാഷ എഴുതാനുള്ള ഓർഡർ കൊടുത്തതും എഴുതിയതും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഓരോ ഭാഗത്തിൽ ഉണ്ടോ. ഫഹദ് രാജാവാണ്. സൗദി ഫഹദ് രാജാവ് അന്ന് കൊടുത്തതാണ്. അറേബ്യയിലെ ഭരണാധികാരിയായ. ഇതാർക്കും വായിക്കാം. ഏതെന്ന് വെച്ചാൽ എല്ലാ ജാതിക്കാർക്കും വായിക്കാം. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ ഇതിൽ യൂട്യൂബിൽ ഇട്ടേക്കാം. അറബ് മനസ്സിലാക്കണമൊക്കെ മുസ്ലിങ്ങൾക്കും എല്ലാ ജാതിക്കാർക്കും പഠിക്കാം, മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ മലയാള പരിഭാഷ ഇതിലുണ്ട്. അറബ് അറിഞ്ഞുകൂടാത്തവർക്ക് മലയാള പരിഭാഷ, അറബ് അറിയാവുന്ന മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും പിന്നെ അറബിലുള്ളതിൻ്റെ പരിഭാഷയിൽ വീടുകളിൽ കാണില്ല ഖുർആൻ്റെ. അപ്പം മലയാളത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാം. ഞാൻ